ഓരോ ആളുകളെയും കാലം ഓർത്തുവെക്കുന്നത് അവർ ചെയ്ത പ്രവർത്തനങ്ങളിലൂടെയാണ്, നല്ല നാളേക്കു നൽകിയ സംഭാവനകളിലൂടെയാണ്, പ്രത്യാശ കൈവിടാത്ത ഓർമ്മകളെ സമ്മാനിച്ച നിമിഷങ്ങളിലൂടെയാണ്. അങ്ങനെ ഈ കലാലയത്തിന് എക്കാലവും ഓർത്തുവെക്കാനുതകുന്ന നേട്ടങ്ങളും അതിൻ്റെ നല്ല മുഹൂർത്തങ്ങളും സമ്മാനിച്ച വ്യക്തിയായിട്ടായിരിക്കും മാലി സാർ എന്ന് വിദ്യാർത്ഥികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി സാറിനെ ഈ കാലം ഓർത്തുവെക്കുന്നത്. ആയിരത്തി 1961 ഒരു ചിങ്ങമാസത്തിലെ തിരുവോണവും റബിയുൽ അവൽ 12 ഒത്തുവന്ന ഓഗസ്റ്റ് 25 കുറുവ പഞ്ചായത്തിലെ വറ്റലൂർ ഗ്രാമത്തിൽ പള്ളിപ്പറമ്പിൽ കുഞ്ഞി മുഹമ്മദ് മാസ്റ്ററുടെയും NK ആയിഷ ടീച്ചറുടെയും 4 മക്കളിൽ മൂന്നാമനായി ജനനം. ബാല്യവും ശൈശവവും അധ്യാപകരായ മാതാപിതാക്കളുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. മാലി സാറിന്റെ ജീവിതം ഇത്രമേൽ മനോഹരമാക്കി തീർക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വഹിച്ച പങ്ക് ചെറുതല്ല. കുറുവ GLP സ്കൂളിൽ 1967-70 വരെയുള്ള കാലഘട്ടത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം. ഇതേ സ്കൂളിൽ തന്നെയായിരുന്നു ഉമ്മ ആയിഷ ടീച്ചർ അധ്യാപനം നടത്തിയിരുന്നത്. തുടർന്ന് AUP സ്കൂൾ, VMHM UP സ്കൂൾ, പുനർപ്പ എന്നിവിടങ്ങളിലായി അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം. 3ാം ക്ലാസ്സിൽ എഴുതിയിട്ടാണ് മുഹമ്മദ് അലിക്കൊക്കെ. ഇപ്പം ഈ സാറിനെ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്, അതാണ് കുഴപ്പം. പിന്നെ ഇംഗ്ലീഷ് പഠനം തുടങ്ങുന്നപ്പോഴാണ്. അപ്പോൾ കൊല്ലയ്ക്കറിയില്ല, അപ്പോൾ ഓർമ്മയൊന്നുമില്ല. 3ാം ക്ലാസ്സിലാണ് അന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നത്. തെന്നിപ്പില്ലാത്ത, വളരെ പ്രസരിപ്പുള്ള, പറഞ്ഞത് കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നു മുഹമ്മദ് സാർ. അത്രയും പറയാൻ പറ്റും. പിന്നെന്താ, ഈ സാധാരണ ഈ ലോക്കൽ ഈ സ്കൂളിലൊക്കെ ഒന്നുമില്ലാതെ സ്ലേറ്റും ഉണ്ടാവില്ല, പുസ്തകവും ഉണ്ടാവില്ല. ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം വരുന്ന ചില കുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം, മറ്റേ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം വരുന്നവരല്ല, ഭക്ഷണം കിട്ടുന്നുള്ളതാണ്. ഈ കുട്ടികൾ നല്ലോണം പഠിച്ചിരുന്നു, എല്ലാം പഠിച്ചിരുന്നു. പക്ഷേ SSLCക്ക് ലേശം എന്തോ ഒരു കമ്മി വന്നു തോന്നുന്നുണ്ട്. മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചാത്ര ഡിസ്റ്റിങ്ഷനൊന്നും കിട്ടിയില്ല. പക്ഷെ അതിന് ശേഷം പിന്നെ ഒന്ന് കിഴിഞ്ഞ് വിഷമിച്ചിരിക്കണം. അതാണ് പിന്നെ ഈ ഇന്നത്തെ ഈ ചുറ്റുപാടിലൊക്കെ എത്തിക്കിട്ടാനുള്ള അവസരം ഉണ്ടാക്കിയത്. 1974-76 വരെയുള്ള തൻ്റെ കൗമാര ജീവിതം മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. തുടർന്ന് പ്രീ ഡിഗ്രി കോഴ്സിനായി മഞ്ചേരി NSS കോളേജിലേക്ക് അദ്ദേഹം യാത്രയായി. മലയാളക്കരയാകെ സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും വസന്തം തീർത്തുനിന്ന 80കളിലാണ് രസതന്ത്രത്തിലെ രസം തേടി മാലി സാർ ഫറൂഖ് കോളേജിൽ ബിരുദ പഠനത്തിന് എത്തുന്നത്. ഫറൂഖ് കോളേജ്, മലബാറിന്റെ അലിഗഡ്. ഒരുപക്ഷെ തൻ്റെ ചിന്തകളെയും അന്വേഷണ ത്വരയെയും പേറാൻ പോന്ന ഒരു കലാലയത്തിൽ വന്നു ചേർന്നതാകാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഫറൂഖ് കോളേജിലെ രാജാ ഗേറ്റും ലൈബ്രറിയും കവിതകൾ അലങ്കരിച്ച ന്യൂ ഇക്ബാൽ ഹോസ്റ്റലുമെല്ലാം വിജ്ഞാനത്തിൻ്റെ വിഹായസിലേക്ക് തുറന്നിട്ട ജാലകം തന്നെയായിരുന്നു. ഫറൂഖാബാദ് സൃഷ്ടിച്ചെടുത്ത ആ വ്യക്തിത്വത്തെ ഒന്നു തേച്ചു മിനിക്കുക മാത്രമേ കല്ലടി കോളേജ് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. MES കല്ലടി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി ഇറങ്ങുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പടച്ചുവിടാൻ കഴിയുന്ന ഒരാളെ കാത്തുനിന്ന അധ്യാപക ലോകം അദ്ദേഹത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പ്രൊഫസർ മുഹമ്മദ് അലി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ഒരേ സ്കൂളിൽ, മക്കരപ്പറമ്പ് ഹൈസ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. അദ്ദേഹം എൻ്റെ 1 കൊല്ലം സീനിയറായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്. 76 അദ്ദേഹം പാസ് ഔട്ട് ചെയ്തു, SSLC 77 ഞാൻ. അതിനുശേഷം ഞങ്ങൾ ഒരേ കോളേജിൽ, ഇവിടെ MES കല്ലടി കോളേജിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു.
കുറച്ച് നല്ലൊരു കാലഘട്ടം അദ്ദേഹം ഗൾഫിൽ സ്കൂളിലായിരുന്നു. അതിനുശേഷം തിരിച്ച് അദ്ദേഹം ഒരു 5-6 കൊല്ലം മുമ്പ് അദ്ദേഹം തിരിച്ച് MES കല്ലടി കോളേജിൽ തന്നെ ജോലിയിൽ ചേർന്നു. വളരെ നല്ല ഒരു അധ്യാപകൻ, ഒരു മാതൃകാ അധ്യാപകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ കുട്ടികളോടൊക്കെ വളരെ സൗമ്യമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിൽ നിന്ന് കണ്ടത്. MES KVM കോളേജ് വളരെ അതിൻ്റെ ഉന്നതിയിൽ തന്നെയാണ്, അതിന് സംശയമില്ല. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഡോക്ടർ മുഹമ്മദ് അലി സാറ് തന്നെയാണ്, സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കോളേജിനും അതുപോലെ തന്നെ അദ്ദേഹത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. 1984 മുതൽ 2013 വരെയുള്ള നീണ്ട 29 വർഷങ്ങൾ അധ്യാപനത്തിൻ്റെതായിരുന്നു. താൻ സ്വായത്തമാക്കിയ രാസസമവാക്യങ്ങളും രാസസൂത്രവാക്യങ്ങളും അടങ്ങുന്ന അറിവിന്റെ അത്ഭുത ലോകം മാലി സർ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് തുറന്നുകൊടുത്തു. അധ്യാപകനായിരിക്കെ ഒരു നല്ല വിദ്യാർത്ഥിയായും മാർഗദർശിയായും മാലി സർ കുട്ടികളുടെ പ്രിയപ്പെട്ടവനായി. രസതന്ത്ര സമവാക്യങ്ങൾക്കുമപ്പുറം ജീവിതത്തിന്റെ സമവാക്യങ്ങളെ കൂടി അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടാകേണ്ട ഒരു നല്ല കെമിസ്ട്രി അത് മനസ്സിലാക്കിയ കെമിസ്ട്രി അധ്യാപകനായിരുന്നു മാലി സർ. മുഹമ്മദ് അലി എല്ലാ വിദ്യാർത്ഥികളിലും വെച്ചിട്ട് ഏറ്റവും മിടുക്കനായൊരു കുട്ടിയായിരുന്നു. നല്ല വിനയ സ്വഭാവവും നല്ല ഇതിൽ പരിശ്രമശാലി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ടാണ് അവൻ ഈ സ്ഥിതിയിൽ തന്നെ എത്തിയത്. എപ്പോഴും അധ്യാപകരെയും മുതിർന്നവരെയും വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ക്ലാസ്സിൽ അച്ചടക്കത്തോടും വളരെ വിനയത്തോടും കൂടി പെരുമാറിയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എല്ലാ ഇതിലും ഫസ്റ്റായിട്ട് ജയിക്കാനും ഡിഗ്രി പാസ്സായിട്ട് PGക്ക് പോകാനും ഒക്കെ ആ ഒരു ഇതിലാണ് അയാൾക്ക് കിട്ടിയത്. ആദ്യം മാതാപിതാക്കൾ ഇനി പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവനെ പഠിപ്പിക്കണം. അവൻ അതിൽ മിടുക്കനായി, അതിൽ ഇത്രയായി പ്രിൻസിപ്പാളായിട്ട് വന്നു. ആ ഒരു പൊരുത്തവും ഉള്ള ഒരു കുട്ടിയാണ് കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ LP സ്കൂളിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവൻ 1 തൊട്ടിട്ട് അവിടെ ആ ക്ലാസ്സിലുണ്ട്. 4ാം ക്ലാസ്സിൽ ഇവൻ ക്ലാസ്സിൽ എന്ത് ചോദിച്ചാലും വേഗത്തിൽ ഉത്തരം പറയാനും അതിനൊന്നും മടിയില്ലാത്ത നല്ലൊരു ചുറുചുറുക്കുള്ള ഒരു കുട്ടിയായിരുന്നു. അധ്യാപകനായിരിക്കെയാണ് രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ്, ഇന്റർനാഷണൽ സയൻസ് കോൺഫറൻസിലെ പ്രബന്ധാവതരണം, ഇന്ത്യൻ കോളേജ് ഫോറത്തിലെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ, 6ാം സെമസ്റ്റർ BSc ഫിസിക്കൽ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിന്റെ കർത്താവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റെ പാദമുദ്ര പതിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിൽ സ്വയംഭരണാവകാശം ലഭിച്ച മമ്പാട് MESൽ പ്രിൻസിപ്പലായി അദ്ദേഹം എത്തുന്നു. ആ വർഷം സോണൽ മത്സരങ്ങളിൽ മമ്പാട് MES ശോഭനമാർന്ന വിജയം തന്നെ കരസ്ഥമാക്കി. ചെയ്യുന്ന ജോലിയിലെ ആത്മാർത്ഥതയും ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്യാത്ത സ്വഭാവവും തന്നെയാകണം NAAC റീ അക്രഡിറ്റേഷനു കാത്തുനിൽക്കുന്ന MES KVM കോളേജിലേക്ക് മാനേജ്മെന്റ് അദ്ദേഹത്തെ പ്രിൻസിപ്പലായി നിയമിക്കുന്നതിന്റെ കാരണം. മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ഈ നാടിന്റെയും പ്രതീക്ഷകൾക്കുത്തുയർന്ന് ഈ കലാലയത്തിന്റെ ചരിത്രവും വർത്തമാനവും അക്കാദമിക രംഗത്തെ മികവും ഗവേഷണ രംഗത്തെ പുരോഗതിയും അധ്യാപനത്തിലെ നൂതന സാങ്കേതിക വിദ്യകളും സ്പോർട്സ്, മാർഷ്യൽ ആർട്സ് അടക്കമുള്ള മേഖലകളിൽ ദേശീയ തലത്തിൽ കോളേജ് ഉണ്ടാക്കിയ നേട്ടങ്ങളും കലാലയത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സേവനങ്ങളും ഒപ്പം ഭാവിയുടെ സാധ്യതകളും NAAC പിയർ ടീമിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് ഈ കോളേജിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന. അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും NAAC കോർഡിനേറ്റർ രാജേഷ് സാറിന്റെയും സ്റ്റാഫ് സെക്രട്ടറി KJ തോമസ് സാറിന്റെയും കീഴിൽ അണിനിരത്തുക എന്ന തന്ത്രം വിജയം കണ്ടപ്പോൾ ഈ കലാലയം UGCയുടെ A ഗ്രേഡ് നിലവാരത്തിലേക്ക് ഉയർന്നു. 2017 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന കോളേജുകളുടെ പട്ടികയിൽ ജില്ലയിൽ 1ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 8ാം സ്ഥാനത്തും രാജ്യത്ത് 51ാം സ്ഥാനവും കിട്ടിയത് ഇദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിന്റെ വിജയം തന്നെയായിരുന്നു.
നാം കണ്ടുശീലിച്ച അല്ലെങ്കിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം സ്റ്റീരിയോടൈപ്പ് പ്രിൻസിപ്പൽമാരുടെ ഇടയിൽ ഇദ്ദേഹം ഒറ്റയാനാണ്. വിദ്യാർത്ഥികളോട് സംവദിക്കാത്ത പ്രധാനാധ്യാപകരുടെ സ്ഥിരം രൂപങ്ങളിൽ നിന്നും മാലിസാർ വേറിട്ട് തന്നെ നിന്നു. തൻ്റെ കലാലയത്തിലെ ഓരോ കുട്ടിയുടെ മേലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും സ്നേഹവും കരുതലും ആവോളമുണ്ടായിരുന്നു. ഹാർഡ് വർക്ക് അധികം ഇൻ്റലിജൻസ് സമം റിസൾട്ട് എന്ന സമവാക്യം മാലിസാറിൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താകുന്നു. കഴിവും പരിശ്രമവും അദ്ദേഹത്തെ പല ഉന്നത സ്ഥാനങ്ങളും അലങ്കരിക്കാൻ സഹായിച്ചു. ഈ കലാലയത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരു കഥയുണ്ടായിരിക്കും. സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ അനുഭവ കഥ. പ്രിൻസിപ്പൽ ലീവിലാണെന്ന ഉത്തരം ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല. കലണ്ടറിലെ പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം പ്രിൻസിപ്പൽ റൂമിൽ ഒരു ചെറു പുഞ്ചിരിയുമായി ഏതൊരു ആവശ്യത്തിനും സഹായ ഹസ്തവുമേന്തി അദ്ദേഹം നിൽപ്പുണ്ടായിരിക്കും. മാർച്ച് വിരഹത്തിൻ്റെയും വിടവാങ്ങലിൻ്റെയും മാസമാണ്. കാലത്തിൻ്റെ പ്രയാണത്തിൻ്റെ മുൻപിൽ അനിവാര്യമായ പടിയിറക്കത്തിൻ്റെ വക്കിലാണ് ഇന്ന് മാലിസാർ. 33 വർഷത്തെ ധന്യമായ അധ്യാപന ജീവിതത്തിൽ നിന്നും താൽക്കാലികമായ ഒരു വിടവാങ്ങൽ. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഉമ്മയുടെ വാത്സല്യത്തിലാണ്, ഈ ഭാര്യയുടെയും സഹോദരിമാരുടെയും സ്നേഹത്തിലാണ്, ഈ മക്കളുടെ കരുതലിലാണ്. ഒരു ക്ലാസ്സിൽ പഠിക്കാതെ 2ാം ക്ലാസ്സിലാണ് ചേർക്കുക ചെയ്യുന്നത്. ഞാനൊരു അധ്യാപിക ആവുന്നത് കൊണ്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കും, ഇടയ്ക്ക് എൻ്റെ കൂടെ വരും. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ 1-ലെല്ലാം പഠിച്ചിരിക്കും. പിന്നെ 2-ൽ ചേർക്കാതെ പറ്റില്ല എന്ന് വാശി പിടിച്ച് 2-ലാണ് ചേർത്തത്. അപ്പോൾ 5 വയസ്സാവുന്നതിന് മുമ്പ് എന്നുള്ള നിലയ്ക്ക് ചേർത്തു. ശരിക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 56 തികയുന്നേ ഉള്ളൂ. അതായത് മുൻകൂട്ടി അങ്ങനെ എൻ്റെ കൂടെ പോന്നു. അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിച്ചില്ല. 2ാം ക്ലാസ് അതിന് പ്രൈവറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാണ് ചേർക്കുക. അങ്ങനെ ചേർത്തതാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ മടി ഉണ്ടായിരുന്നു. മാലിസാർ മൂകമായിരിക്കുന്ന ഈ ചീനിയും മന്ദാരവും വിജനമായ ഈ വരാന്തകളും കാതോർത്തിരിക്കുന്ന ക്ലാസ് റൂമുകളും ഈ ലൈബ്രറിയും എന്നും താങ്കൾ സഞ്ചരിക്കാറുള്ള ഈ വഴിത്താരകളുമെല്ലാം അങ്ങയെ മറക്കില്ല. കണ്ണീരുപ്പു കലരാതെ അങ്ങയുടെ അഭാവത്തെ ഓർക്കാനുമാകില്ല. ഇനിയുള്ള ജീവിതത്തിലും നല്ല ഭാവി ആശംസിക്കുന്നു. ഇരുളിൽ അഗ്നിസ്തംഭമാകാനും പകലുകളിൽ മേഘസ്തൂപമാകുവാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ.